ഇനി വോട്ടിംഗ് 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഷോ ഓഫ് ഹാൻഡ്സ് 107, ഇലക്ട്രോണിക് 108, പോൾ 109, പോസ്റ്റൽ ബാലറ്റ് 110. ഇതിൽ ഷോ ഓഫ് ഹാൻഡ്സും പോളും പണ്ട് തൊട്ടേ ഉള്ളതാണ്. വെൻ ഐ സേ പണ്ട് തൊട്ട്, ഐ എം റെഫറിങ് ടു കമ്പനീസ് ആക്ട് 1956 ഓൾറെഡി ഉള്ള സാധനങ്ങളായിരുന്നു ഇത്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിങ്ങും പോസ്റ്റൽ ബാലറ്റും പുതിയതായിട്ട് വന്നതാണ്. വെൻ ഐ സേ പുതിയതായിട്ട് വന്നതാണ്, കമ്പനീസ് ആക്ട് 2013 വന്നതാണ് ഈ രണ്ട് സംഭവം. ഓക്കെ, അപ്പൊ ഷോ ഓഫ് ഹാൻഡ്സ് പോള് പണ്ട് തൊട്ടേ ഉണ്ട്. अब ये क्या है? शो ऑफ हैंड्स क्या है? शो ऑफ हैंड्स, ഷോ ഓഫ് ഹാൻഡ്സ് സെക്ഷൻ 107 ഷോ ഓഫ് ഹാൻഡ്സ്. നമ്മൾ കൈവക്കിയിട്ടുള്ള വോട്ടിങ്. സാധാരണ കമ്പനിയിൽ വോട്ടിങ് നമ്മൾ നോർമലി എന്ത് വോട്ടിംഗ് ഉണ്ടായാലും നമ്മൾ കൈവക്കിയിട്ടുള്ള വോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുക. നൗ സെക്ഷൻ ചെറുതാണ്, വെരി സ്മോൾ, ആകെ ഒറ്റ സെന്റൻസേ പറയുന്നുള്ളൂ. കോൺസെപ്റ്റ് വൈസും സാധനം സിമ്പിളാണ്, ക്യൂട്ടാണ്. സെക്ഷൻ 107 ഷോ ഓഫ് ഹാൻഡ്സ് പറഞ്ഞത് വോട്ടിംഗ് ഷാൽ ബി conducted through show of hands unless a poll is demanded. Voting shall be conducted through show of hands unless a poll is demanded. Voting shall be conducted through show of hands unless a poll is demanded. നോർമലി മീറ്റിംഗിലെ വോട്ടിംഗ് ഫുള്ള് നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സിലൂടെയാണ് കണ്ടക്ട് ചെയ്യുക. ഇനി ആരെങ്കിലും പോള് വേണമെന്ന് ഡിമാൻഡ് ചെയ്താൽ നമ്മൾ പോള് കണ്ടക്ട് ചെയ്യും. ഈ ഷോ ഓഫ് ഹാൻഡ്സിന് ഒരു ഡ്രോബാക്ക് ഉണ്ടടാ. ഷോ ഓഫ് ഹാൻഡ്സ് എന്താ ഡ്രോബാക്ക്? ഷോ ഓഫ് ഹാൻഡ്സിൽ ഒരു ഷെയറുള്ള മെമ്പറിനും 1 lakh ഷെയറുള്ള മെമ്പറിനും ഒറ്റ വോട്ടേ കിട്ടുള്ളൂ. നിങ്ങളടുത്ത് 1 lakh ഷെയർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കൈ ഒന്നേ ഉള്ളൂ. വോട്ട് ചെയ്യാനുള്ള കൈ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഷോ ഓഫ് ഹാൻഡ്സ് ഒരു മെമ്പറിന്റെ ഷെയർ ഹോൾഡിംഗ് എത്രയെന്നുള്ള കൺസിഡർ പോലും ചെയ്യണില്ല. നേരെ മറിച്ച് വി ഹാവ് അനദർ ടൈപ്പ് ഓഫ് വോട്ടിംഗ് വിച്ച് ഇസ് പോൾ. പോളിൽ സംഭവിക്കണം. അപ്പോൾ ഷോ ഓഫ് ഹാൻഡ്സിലെ ക്രൈറ്റീരിയ 1 മെമ്പർ 1 വോട്ട് എന്നാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് യു ഹോൾഡ്. പോളിലെ ക്രൈറ്റീരിയ 1 ഷെയർ 1 വോട്ട്. നിങ്ങൾക്ക് ഓരോ ഷെയറിന് ഒരു വോട്ട് കിട്ടും. ഓർ നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണോ കമ്പനിയിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വോട്ടിംഗ് കിട്ടും. വാട്ട് യു മീൻ ബൈ ഇൻട്രസ്റ്റിനനുസരിച്ച് വോട്ടിംഗ്? സി, ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ഏത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരു 1000 rupees ഗ്യാരണ്ടി നിന്നൊരാളും 1 lakh rupees ഗ്യാരണ്ടി നിന്നൊരാളും അവർക്ക് വേണമെങ്കിൽ നമുക്ക് MOA AOAയിൽ നമുക്ക് എഴുതാൻ പറ്റും. വോട്ടിംഗ് പവർ ഡിഫറെന്റ് ആയിരിക്കും. 1000 rupees ഗ്യാരണ്ടി നിന്നൊരാൾക്ക് 1000 വോട്ട്സ്, 1 lakh rupees ഗ്യാരണ്ടി നിന്നൊരാൾക്ക് 1 lakh വോട്ട് എന്ന് അങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഡിഫറൻസിയേഷൻ വരുത്താം. അപ്പോൾ അവിടെയൊക്കെ ഷോ ഓഫ് ഹാൻഡ്സിൽ വോട്ടിംഗ് നിന്ന ഒരു മെമ്പറിന് ഒരു വോട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ എത്രയാണ് ഗ്യാരണ്ടി നിന്നത്, സെയിം വോട്ട്, ഒറ്റ വോട്ട്. പക്ഷേ നമ്മൾ പോളിലൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് വോട്ട്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഷെയറിന് ഒരു വോട്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടക്ട് ചെയ്യാടാ? നമ്മൾ പോളിൽ നിങ്ങൾക്ക് ഒരു പോളിംഗ് പേപ്പർ തരും. അതിൽ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന റെസൊല്യൂഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1000 ഷെയർസ് ഉണ്ടെങ്കിൽ 1000 ഷെയർസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേവറിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ 1000 ഷെയർസ് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഏത് പ്രൊപ്പോഷനിലും എഴുതാം. 600 ഫേവർ, 400 അഗെയിൻസ്റ്റ്, ഏത് പ്രൊപ്പോഷനിലും ചെയ്യാൻ പറ്റും. നിങ്ങളത് ഫില്ല് ചെയ്യും, നിങ്ങളത് തിരിച്ച് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യും. സോ ഇഫ് ഐ ആസ്ക് യു ഏതാണ് ഒന്നുകൂടി ഒരു ആപ്റ്റ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കൽ ക്രൈറ്റീരിയ പോളാണ്. പോളിലാണ് ഒരു പേഴ്സന്റെ ഷെയർ ഹോൾഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പൊ ഈവൻ ദോ പോളാണ് ഒന്നുകൂടി ആപ്റ്റ്. വൈ ഇസ് ഇറ്റ് ലൈക്ക് കമ്പനീസ് ആക്ട് സെയിങ് വോട്ടിംഗ് നോർമലി ഷോ ഓഫ് ഹാൻഡ്സിലൂടെയാണ് കണ്ടക്ട് ചെയ്യുക, പോള് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ പോള് കണ്ടക്ട് ചെയ്യുള്ളൂ? കാരണം ഷോ ഓഫ് ഹാൻഡ്സ് സിമ്പിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, എഫേർട്ട് കുറവാണ്, പെട്ടെന്ന് പരിപാടി നടക്കും. പോളിൽ നമ്മൾ പോളിംഗ് പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യുക, നിങ്ങൾക്ക് അത് തരിക, നിങ്ങൾ 1000 ഷെയർസ് ഫേവറിൽ എഴുതിയോണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ചെക്ക് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ 1000 ഷെയർസ് ഉണ്ടോ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ സ്ക്രൂട്ടനൈസറിനെ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. അപ്പോഴേക്കും ടൈം എടുക്കും, എക്സ്പെൻസീവ് ആണ്. ചിലപ്പോൾ പലപ്പോഴും നമ്മളൊരു റെസൊല്യൂഷൻ പാസ്സായോ ഫെയിലായോ പറയാൻ വരെ നമ്മൾ ചിലപ്പോൾ മീറ്റിംഗ് അഡ്ജോൺ ചെയ്യേണ്ടി വരും. ഷോ ഓഫ് ഹാൻഡ്സ് സിമ്പിൾ ആണ്. അതുകൊണ്ട് കമ്പനീസ് ആക്ട് പറഞ്ഞു 107 വോട്ടിംഗ് ഷാൽ ബി കണ്ടക്ട് ത്രൂ ഷോ ഓഫ് ഹാൻഡ്സ് അൺലെസ് എ പോൾ ഇസ് ഡിമാൻഡഡ്. പോൾ ഡിമാൻഡ് ചെയ്താൽ പോൾ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സിലൂടെയാണ് വോട്ടിംഗ് കണ്ടക്ട് ചെയ്യുക. സെക്ഷൻ 107 കഴിഞ്ഞിട്ടോ, പോള് കഴിഞ്ഞിട്ടില്ല. പോള് നമ്മൾ 109 പഠിക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ബ്രീഫ്ലി അതിന്റെ ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 107 ഷോ ഓഫ് ഹാൻഡ്സ് കഴിഞ്ഞു. പക്ഷെ ഈ ഷോ ഓഫ് ഹാൻഡ്സും പോളിനും രണ്ടിനുള്ളൊരു കോമൺ ഡ്രോബാക്ക്, ഷോ ഓഫ് ഹാൻഡ്സ് പോള് രണ്ടിനുള്ളൊരു കോമൺ ഡ്രോബാക്ക്,
ഒരു 1 lakh members ഉള്ള സൂ ലിമിറ്റഡിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ആവണമെങ്കിൽ എത്ര ആൾ ഫേവറിൽ വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാം? 1 lakh members ഉള്ള സൂ ലിമിറ്റഡ്. ഇഫ് യുവർ ആൻസർ ഇസ് 50,001, തെറ്റാണ്. ബിക്കോസ് വി നീഡ് ടു അസർട്ടൈൻ, യു നീഡ് ടു ആസ്ക് മീ ഇൻ റിട്ടേൺ എത്ര ആൾക്കാർ മീറ്റിങ്ങിൽ വന്നു. മീറ്റിങ്ങിൽ ഒരു 200 ആളെ വന്നിട്ടുള്ളൂ. 1 lakh members ഉള്ള കമ്പനി വരെ കോറം തികയണമെങ്കിൽ എത്ര വേണ്ടേ? 30, മോർ ദൻ 5,000 30. പബ്ലിക് കമ്പനി 5, 15, 30, മോർ ദൻ 5,000 ഉള്ള ഏത് കമ്പനിയിൽ 30 ആൾ മീറ്റിംഗിൽ വന്നാൽ തന്നെ കോറം തികഞ്ഞു. അപ്പൊ 200 ആളാണ് മീറ്റിംഗിൽ വന്നതെങ്കിൽ ഇഫ് യു സേ 101 ആള് ഫേവറിൽ വോട്ട് ചെയ്താലാണ് OR പാസ്സാവുക എന്ന് പറഞ്ഞാൽ അഗെയിൻ തെറ്റാണ്. നൗ ദിസ് ഇസ് വെയർ നമ്മൾ ORന്റെ ഡെഫിനിഷൻ മോർ ദാൻ ഹാഫ് എന്ന് എഴുതരുത്, മാർക്ക് കിട്ടൂല എന്ന് പറയുന്ന റീസൺ വിച്ച് കംസ് ഇൻ ടു പിക്ചർ. നമുക്ക് പെർസെൻറ്റേജ് വൈസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. ഡെഫിനിഷൻ വാസ് അഗെയിൻസ്റ്റ് വന്ന വോട്ട്സിനേക്കാളും കൂടുതൽ ഫേവറിൽ വരണം. അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. എത്ര ആൾ മീറ്റിംഗിൽ വന്നു, എത്ര ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒന്നുമല്ല, എത്ര അഗെയിൻസ്റ്റ് വോട്ട് വന്നു. ഇഫ് അഗെയിൻസ്റ്റ് വന്ന വോട്ട് 40 ആണെങ്കിൽ ഫേവറിൽ ഈവൻ 41 വന്നാൽ വരെ OR പാസ്സാവും. സോ അപ്പോൾ ഒരു 81 വാട്ട് അബൌട്ട്? അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഡമ്മി, ഒരു വോട്ട് പോലും ചെയ്തില്ല. മീറ്റിങ്ങിൽ വന്ന ആൾക്കാർ എന്തായാലും വോട്ട് ചെയ്യണം, നമുക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റൂല. അത് അവരിഷ്ടമാണ്. മീറ്റിംഗിൽ വരണോ എന്ന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അവരിഷ്ടമാണ്. അവർ വന്നു, വോട്ട് ചെയ്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ദ ക്രൈറ്റീരിയ വാസ് എത്ര അഗെയിൻസ്റ്റ് വോട്ട് വന്നു. അതാണ് നമ്മൾ എപ്പോഴും ബേസ് ആയിട്ട് എടുക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ഫേവറിൽ വോട്ട് വന്നാൽ OR പാസ്സായി, അതിന്റെ 3 ടൈംസ് വന്നാൽ SR പാസ്സായി. ഇതിപ്പോൾ നമ്മൾ ORന്റെ കേസിൽ, സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കേസിൽ ഒരു 40 വോട്ട്സ് അഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 120 വോട്ട്സ് ഫേവറിൽ വന്നാൽ SR പാസ്സായി. ഈ 81 എന്താ? 81 എന്തോ എഴുതി, അറിയില്ല, ഓർമ്മട്ടല്ലോ, വാട്ട് എവർ. അപ്പോൾ ടോട്ടൽ 81 ആൾക്കാരാണ് വോട്ട് ചെയ്തതെന്നല്ല നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വാട്ട് എവർ. അപ്പോൾ പോയിന്റ് ദാറ്റ് ഐ ആം ട്രൈങ് ടു സേ ഓവർ ഹിയർ ഈസ്, എടാ ഒരു 41 ആൾക്കാർ വിചാരിച്ചാൽ 1 lakh മെമ്പേഴ്സിനെ ബൈൻഡ് ചെയ്യണ OR പാസ് ചെയ്യാൻ പറ്റും ഈ സിനാരിയോയിൽ. അല്ലെങ്കിൽ ഒരു 120 ആൾക്കാർ വിചാരിച്ചാൽ 1 lakh മെമ്പേഴ്സിനെ ബൈൻഡ് ചെയ്യണ SR പാസ് ചെയ്യാൻ പറ്റും. ഇഫ് ഐ ആസ്ക് യു ഇത് ഫെയർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ദോ നമ്മൾ ഡെഫിനേഷൻ കാണുമ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം, കമ്പനി കൺവേർഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഇഫ് ആ 75% നടത്തുന്ന നമ്മൾ മൈൻഡ് ഇങ്ങനെ വിചാരിക്കണമെന്ന് ഹ്യൂജ് ആണ്. ദിസ് ഇസ് നോട്ട് നമ്മളെ സ്കൂളോ കോളേജോ ഒരു 30 ആൾക്കാരുള്ള ക്ലാസ്സിൽ 30 ആൾക്കാരും വന്നു, അല്ലെങ്കിൽ 2 ആൾ ലീവായി, എന്നിട്ട് നമ്മളൊരു വോട്ടിങ്ങിന് ഇടാൻ, നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോകണ്ടേ, നമുക്ക് ഊട്ടി പോകണോ കൊടൈക്കനാൽ പോകണോ, അപ്പോൾ ചോദിക്കാം, അപ്പോൾ മാക്സിമം നമ്മൾ സിമ്പിൾ മെജോറിറ്റി പോരാ, 3 ടൈംസ് വേണം. ലാക്സ് ഓഫ് മെമ്പേഴ്സ് ഉള്ള കമ്പനീസിൽ 30 ആൾ മീറ്റിങ്ങിൽ വന്നാൽ, അതിൻ്റെ വലിയ വലിയ കമ്പനിയിലൊക്കെ 30 ഈ 15 ഈ ഡയറക്ടേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് ഉണ്ടാവും 15. ബാക്കി ഒരു 15 ഒരു മേജർ ഷെയർ ഹോൾഡിംഗ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കുറേ തികഞ്ഞ് അവർ തീരുമാനങ്ങൾ എടുക്കുക. ഇത് ഫെയർ ആണോ ചോദിച്ചാൽ നോ, ഒബ്വിയസ്ലി നോ. ഇതുകൊണ്ട് നമുക്ക് മെമ്പേഴ്സ് ഫിസിക്കലി മീറ്റിംഗിൽ എന്തായാലും വരണം എന്ന് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. യുൽ ബി ലൈക്ക്, സാറേ ഓല് വരാത്തോണ്ടല്ലേ, ഓർക്ക് അങ്ങനെ തന്നെ വേണം. ഇവിടുന്ന് മഹാരാഷ്ട്രയുള്ള കമ്പനിയിൽ, ഞാനിവിടെ കേരളത്തിൽ നിന്ന്, എൻ്റെ അടുത്തൊക്കെ കുറച്ച് ഷെയർസ് ഉള്ളൂ, കുറെ കമ്പനിയിൽ ഷെയർ ഉണ്ട്, കുറച്ച് ഷെയർ ഉള്ളൂ. എന്നിട്ട് അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് അതുവരെ ട്രാവൽ ചെയ്യുക, അവിടെ സ്റ്റേ ചെയ്യുക, ഇതെല്ലാം കൂടി ഫീസിബിൾ ആവില്ല. ഇതുപോലത്തെ ലാക്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ, പല ലിസ്റ്റഡ് കമ്പനിയിലും. കമ്പനീസ് ആക്ട് 2013 പുതിയതായിട്ട് കൊടുക്കുന്ന കോൺസെപ്റ്റ് ആണ്. മെമ്പേഴ്സിന് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വി നോ ദാറ്റ് നിങ്ങൾക്ക് ഫീസിബിൾ ആവില്ല, നമുക്കറിയാം ഫിസിക്കലി മീറ്റിംഗിൽ വല്ല ഫീസിബിൾ ആവില്ല, പക്ഷേ യുവർ വോട്ട് മാറ്റേഴ്സ്, നിങ്ങൾ വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന 2 ടൈപ്പ് കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോണിക് വോട്ടിംഗും പോസ്റ്റൽ ബാലറ്റും. 2013 കമ്പനീസ് ആക്ട് പുതിയതായിട്ട് വന്നതാണ്. अब ये क्या है? इलेक्ट्रॉनिक वोटिंग. ഇലക്ട്രോണിക് വോട്ടിംഗ് ഫുൾ ഫോക്കസ് കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. നമ്മളിപ്പോൾ പോൾ ഡിസ്കസ് വേണ്ട, ഇലക്ട്രോണിക് വോട്ടിംഗ് തന്നെ എടുക്കുക, ഇതിൻ്റെ കൂടെ എടുക്കുക. യെസ്, ഇലക്ട്രോണിക് വോട്ടിംഗ് 108 ഫുൾ ഫോക്കസാ. ഇലക്ട്രോണിക് വോട്ടിംഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണത് CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസിന്
ഇലക്ട്രോണിക് വോട്ടിംഗ് കമ്പൽസറി ആണ്. 108 സ്റ്റാർട്ടിങ് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് ആർക്കാ കമ്പൽസറി? അത് CG പ്രിസ്ക്രൈബ് ചെയ്യും. CG ഒരു സാധനം പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുക? CG റൂൾസിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് CG റൂൾസിൽ ആരെയാണ് പ്രിസ്ക്രൈബ് ചെയ്തത്? 2 കമ്പനീസിനാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഒന്ന് എക്കോണ്, ലിസ്റ്റഡ്. കമ്പനീസ് ആക്ടിൽ എന്തൊരു സാധനത്തിന്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ലിസ്റ്റഡ് തലക്കെട്ടിട്ട് അടിക്കുക. ലിസ്റ്റഡ് കമ്പനിക്ക് ഒക്കെ ആപ്ലിക്കബിൾ ആണ് ലിസ്റ്റഡ് കമ്പനി. പിന്നെ കമ്പനീസ് ഹാവിങ് 1000 or more members ഉള്ള കമ്പനീസും. വി ആർ നോട്ട് സെയിങ് ഇത് രണ്ടും ഒന്നിച്ച് വന്നാൽ നിങ്ങൾ ലിസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് 1000 or more ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ്, അങ്ങനെയല്ല. എല്ലാ ലിസ്റ്റഡ് കമ്പനിയും ഇറസ്പെക്റ്റീവ് ഓഫ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ കമ്പനി. പിന്നെ ബാക്കി കമ്പനീസ്, അൺലിസ്റ്റഡ് കമ്പനീസ് 1000 or more members ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് കമ്പൽസറി ആയി. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താ? ഇവിടെ സംഭവിക്കുക, നോർമലി ഉള്ള കമ്പനീസിലെ പോലെ തന്നെ ഈ കമ്പനീസിൽ ഫിസിക്കൽ മീറ്റിംഗ് നടക്കും. നോർമലി ഉള്ള കമ്പനീസിലുള്ള പോലെ തന്നെ ഈ കമ്പനീസ് അവരെ മീറ്റിംഗിന്റെ നോട്ടീസും അയക്കും. പക്ഷെ ഇവർക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെ ഇവരെ ഇലക്ട്രോണിക് വോട്ടിങ്ങും നടക്കും. വിച്ച് മീൻസ് ഈ ഫിസിക്കൽ മീറ്റിംഗിൽ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന ദിവസങ്ങളെ ഇടയിൽ നമ്മൾ പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ID പാസ്വേഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിസിക്കൽ മീറ്റിംഗിൽ പാസ് ചെയ്യാൻ പോകുന്ന റെസൊല്യൂഷൻസ് അവിടെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. സോ നൗ ഇലക്ട്രോണിക് വോട്ടിംഗ് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാൾക്ക് ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇലക്ട്രോണിക് വോട്ടിംഗ് ചെയ്ത ഒരാൾക്ക്, ഇവിടെ വോട്ട് ചെയ്ത ഒരാൾക്ക് ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഈ വോട്ട് ചെയ്ത ഒരാൾക്ക് ഫിസിക്കൽ മീറ്റിംഗിൽ വോട്ട് മാറ്റാൻ പറ്റുമോ? അത് പറ്റൂല. അറ്റൻഡ് ചെയ്യുക, വോട്ട് മാറ്റാൻ പറ്റൂല. ഇവിടെ വോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ചെയർമാൻ ഫിസിക്കൽ മീറ്റിംഗിൽ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആക്കി കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഒരു കമ്പനി ഒരു സ്ക്രൂട്ടനൈസറിനെ അപ്പോയിന്റ് ചെയ്യും. ഈ സ്ക്രൂട്ടനൈസർ കോണ്? ഹീസ് എ പ്രൊഫഷണൽ. CA, CMA, CS. ഇവർ കമ്പനിയുടെ എംപ്ലോയി അല്ലാത്തൊരാൾ. അവരെ ഡ്യൂട്ടി എന്താ? അവരുടെ മെയിൻ ഡ്യൂട്ടി വോട്ട്സ് കൗണ്ട് ചെയ്യും. ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ വന്ന വോട്ട്സ് കൗണ്ട് ചെയ്യും, ഫിസിക്കൽ മീറ്റിംഗിൽ വന്ന വോട്ട്സ് കൗണ്ട് ചെയ്യും. എന്നിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ റിപ്പോർട്ട് ഇവർ ചെയർമാനിന് സബ്മിറ്റ് ചെയ്യും. ചെയർമാൻ എന്നിട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. റെസൊല്യൂഷൻ പാസ്സായോ ഫെയിലായോ എന്നുള്ള സംഭവം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫിസിക്കൽ മീറ്റിംഗും ഇലക്ട്രോണിക് വോട്ടിങ്ങും വന്ന സംഭവങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് സ്ക്രൂട്ടനൈസറിന് വേണമെങ്കിൽ അസിസ്റ്റൻസിന് ആളെടുക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അസിസ്റ്റൻസിന് എടുക്കുന്ന ആളും കമ്പനിയുടെ എംപ്ലോയി ആവാൻ പാടില്ല. എന്താ അങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയ. സ്ക്രൂട്ടനൈസർ എംപ്ലോയി ആവരുത്, അസിസ്റ്റന്റ് എടുക്കുന്ന ആൾ എംപ്ലോയി ആവരുത്. ബയസ്ഡ് ആവാതൊക്കെ വേണ്ടി ആ തീരുമാനം നടന്നില്ല, വി ആർ നോട്ട് ബോതർഡ്. നമ്മൾ ഡ്യൂട്ടി ചെയ്യാൻ പോവുക, കൗണ്ട് ചെയ്ത് കൊടുക്കുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ചെയർമാന് സബ്മിറ്റ് ചെയ്യാം. ഇത് നമ്മളൊരു ഓവറോൾ ഐഡിയ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഫാക്ടേഴ്സ് പറയാനുണ്ട്. ആദ്യം കോൺസെപ്റ്റ് ഫുള്ള് ശ്രദ്ധിച്ച് കേട്ട് പോവുക. പിന്നെ നമുക്ക് റൗണ്ട് റീഡിങ് കൊടുക്കുക. ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ്, ഇത് ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ പ്രൊവിഷൻസ് പഠിക്കാനുള്ളതാണ്, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ്, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ്. അതോടുകൂടി കഴിഞ്ഞു. നമ്മൾ ടെക്സ്റ്റിൽ കുറേ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ ഷോർട്ടാക്കി എഴുതിക്കാണ്. അതന്നെ വീണ്ടും ഒന്നുകൂടി ഇവിടെ ഷോർട്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യണം. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഞാനിവിടെ എഴുതാൻ പോണ സാധനങ്ങൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരാൻ മാക്സിമം ട്രൈ ചെയ്യുക. വി കനോട്ട് ലൈക്ക് ഒരു 4-5 പേജുള്ള ഒരു ടോപ്പിക്കൊക്കെ നമുക്ക് കമോൺ ഫുൾ എക്സാമിന് എഴുതാനുള്ള ചാൻസ് കിട്ടുമോ? Can they ask a question? Define electronic voting, 100 marks. ഈ പ്രാവശ്യത്തെ എക്സാമിൽ ആകെ ഒറ്റ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോണിക് വോട്ടിംഗ്, 100 മാർക്സ്. നോ. സോ നമുക്ക് ഷോർട്ടാക്കി എഴുതണം. എന്തൊക്കെയുള്ളൂ നോക്കാം നമുക്ക്. ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഇലക്ട്രോണിക് വോട്ടിങ്ങിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് ഉണ്ടല്ലോ, അത് കളർ വേണ്ട. ഇലക്ട്രോണിക് വോട്ടിംഗ് അറ്റ്ലീസ്റ്റ് 3 ഡേയ്സിനെങ്കിലും ഓപ്പൺ ആക്കിയിടണം. അറ്റ്ലീസ്റ്റ് 3 days. യു കനോട്ട് സേ ദാറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റിൽ ഈ സമയത്ത് സൈറ്റിൽ വന്നാൽ ചെയ്യാം, അത് കഴിഞ്ഞാൽ അത് പോയി. ദിസ് ഇസ് നോട്ട് നമ്മളെന്താ മറ്റേ ലൂണാർ എക്ലിപ്സ് കാര്യങ്ങൾ അപ്പോൾ വന്നാൽ കാണാം, അത് കഴിഞ്ഞാൽ പോയി. അങ്ങനല്ല. ഇത് കുറച്ച് പെർട്ടിക്കുലർ ഡേയ്സ് വരെ ഓപ്പൺ ആക്കി ഇടണം എന്നാണ് പറയണത്. ആ ഡേയ്സ് ഓപ്പൺ ആക്കി ഇടുന്ന ഡേയ്സ് മിനിമം 3 days. മിനിമം 3 days. It shall close at maximum 5 p.m.
ഓൺ ദി ഡേറ്റ് പ്രിസീഡിങ് ദ മീറ്റിംഗ്. മീറ്റിംഗിന്റെ തലേ ദിവസം മാക്സിമം 5 PM ക്ലോസ് ചെയ്യണം. മീറ്റിംഗ് തലേ ദിവസം, അതായത് നാളെയാണ് മീറ്റിംഗ് എങ്കിൽ ഇന്ന് 5 മണി കഴിഞ്ഞാൽ ഇന്ന് 5 PM കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആവാൻ പാടില്ല. അത് മാക്സിമം ആട്ടോ. എന്നോട് ചെയ്യും അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 days ബിഫോർ ക്ലോസ് ചെയ്യുക, 3 days ബിഫോർ ക്ലോസ് ചെയ്യുക. നാളെ മീറ്റിംഗ് ആണെങ്കിൽ ഇന്ന് 5 PM കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് അവൈലബിൾ ആവാൻ പാടില്ല. മാക്സിമം 5 PM ഓൺ ദി ഡേറ്റ് പ്രിസീഡിംഗ് ദ മീറ്റിംഗ്. വെൻ ഐ സേ പ്രിസീഡിംഗ്, അനദർ ഫാക്ടർ ദാറ്റ് ഐ വാണ്ട് യു ടു ഫോക്കസ് ഇസ്, സാധാരണ പല സ്റ്റുഡൻസിന്റെ ബുക്കിൽ കാണാറുള്ളത് പ്രിസീഡിംഗിന്റെ സ്പെല്ലിംഗ് PREC, സി കഴിഞ്ഞിട്ട് എത്ര ഇ, പ്രിസീഡിംഗ് PREC കഴിഞ്ഞിട്ട് ഒറ്റ ഇ ഉള്ളൂ. പ്രിസീഡിംഗ് 2 ഇ ഇല്ല. അത് ശ്രദ്ധിക്കാതെ ഈ മിസ്റ്റേക്ക് കുറേ കാണാറുണ്ട്. പ്രിസീഡിംഗ്. അപ്പോൾ നാളെയാണ് മീറ്റിംഗ് എങ്കിൽ ഇന്ന് 5 PM കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് അവൈലബിൾ ആവാൻ പാടില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് ബ്ലോക്ക് ചെയ്യണം. തേർഡ് 3 റൂൾസാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, നമ്മൾ പറയാൻ പോണ തേർഡ്. ഈ തേർഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അബൌട്ട് ഈ ഡേറ്റ്. ഈ എൻഡ് ചെയ്യുന്ന ഡേറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞ പേരാണ് കട്ട് ഓഫ് ഡേറ്റ്. എന്താ പറയുക? കട്ട് ഓഫ് ഡേറ്റ്. കട്ട് ഓഫ് ഡേറ്റിനെ പറ്റിയുള്ള റൂളാണ് അടുത്തത്. കട്ട് ഓഫ് ഡേറ്റ് ഷാൽ നോട്ട് ബി earlier than 7 days prior to the meeting. Cut-off date shall not be earlier than 7 days prior to the meeting. മീറ്റിംഗിന്റെ 7 daysനേക്കാൾ നേരത്തെ ആവാൻ പാടില്ല കട്ട് ഓഫ് ഡേറ്റ്. മീറ്റിംഗിന്റെ 7 daysനേക്കാൾ നേരത്തെ. ഇപ്പോൾ ഇത് നമ്മളെ നോട്ടീസ്, ഇത് നമ്മളെ മീറ്റിംഗ്, ഇത് നമ്മളെ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇപ്പോൾ 30th September ആണ് നമ്മൾ മീറ്റിംഗ് എങ്കിൽ ഇത് 29, 28, 27, 26, 25. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ ഇപ്പോൾ 3 ദിവസം ഓപ്പൺ ആക്കിയിട്ടില്ല, 3 days. ഓക്കെ, 5 PM ആണ് മാക്സിമം ക്ലോസ് ചെയ്യുന്ന ടൈം പറഞ്ഞത്. തലേന്ന് 5 PM. 30th September ആണ് നമ്മൾ മീറ്റിംഗ് എങ്കിൽ കട്ട് ഓഫ് ഡേറ്റിന് എത്ര ബാക്ക് വരെ പോകാൻ പറ്റുമെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. കട്ട് ഓഫ് ഡേറ്റ് 29 ആവാം, 28 ആവാം, 27 ആവാം, 26 ആവാം, 25 ആവാം. ഇങ്ങനെ മീറ്റിംഗിന്റെ മാക്സിമം 7 days വരെ ബാക്ക് പോവാം. 7 daysനേക്കാൾ ഏർലിയർ ആവാൻ പാടില്ല. ഇവിടെ ടൈം ലൈൻ തികയില്ല, ബട്ട് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത് 7 daysനേക്കാൾ നേരത്തെ ആവാൻ പാടില്ല. ഓർ ഇൻ അതർ വേർഡ്സ്, നോട്ടീസ് അയച്ചു, ഇലക്ട്രോണിക് വോട്ടിംഗ് പെട്ടെന്ന് തുടങ്ങി, ഇലക്ട്രോണിക് വോട്ടിംഗ് പെട്ടെന്ന് കഴിഞ്ഞു, പിന്നെ കുറേ ദിവസം കഴിഞ്ഞാണ് ഫിസിക്കൽ മീറ്റിംഗ്, ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഫിസിക്കൽ മീറ്റിംഗ് ആക്ട് വന്നു. അത്രയും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. സോ അതിന് മാക്സിമം റേഞ്ചും പറയുന്നുണ്ട്, മിനിമം റേഞ്ചും പറയുന്നുണ്ട്. അതായത് നമ്മൾ മീറ്റിംഗിന്റെ തലേ ദിവസം 5 PM കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് അവൈലബിൾ ആവാൻ പാടില്ല. എന്നാൽ 7 daysനേക്കാൾ ഏർലിയർ ആവാനും പാടില്ല. പിന്നെ ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ ഗ്യാപ്പ് 3 days അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വെക്കണം. ഈ 3 റൂൾസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു ഏത് കമ്പനീസ്, CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്, അത് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. യു കനോട്ട് ലൈക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റഡ് കമ്പനിക്ക് കമ്പൽസറി ആണ്, 1000 or more മെമ്പേഴ്സ് കമ്പനി അങ്ങനെ എഴുതാൻ പാടില്ല, ഫുൾ മാർക്ക് കിട്ടൂല. ആദ്യം തന്നെ ഫസ്റ്റ് സെന്റൻസ് ആക്ട് പറഞ്ഞത് CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്. CG റൂൾസിൽ പറഞ്ഞതാണ് ഈ 2 കമ്പനീസ്. ഇവര് നമ്മൾ ഫസ്റ്റ് പോയിന്റ്, നമ്മളിപ്പോൾ ലീഫോ മെത്തേഡിൽ ഇങ്ങനെ വരുന്ന മാതിരി എനിക്ക് തോന്നി. ആദ്യം ബാക്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഫസ്റ്റ് പോയിന്റ്, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് കമ്പൽസറി ആയ കമ്പനീസ് അവരെ നോട്ടീസ് 3 സ്ഥലങ്ങളിൽ പോവാടാ. ഇവരെ നോട്ടീസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻഡിവിജ്വലി അയച്ചു കൊടുക്കും. ഇൻഡിവിജ്വലി ആർക്ക് അയച്ചു കൊടുക്കും? നമ്മൾ ഇവിടെ സെക്ഷൻ 101 പറഞ്ഞ ആൾക്കാരുടെ മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, അവർക്കൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി അയച്ചു കൊടുക്കും. ഇതെല്ലാ കമ്പനീസിനും കമ്പൽസറിയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് കമ്പൽസറി കമ്പനീസിന് മാത്രമല്ല, എല്ലാവരും നോട്ടീസ് അയച്ചു കൊടുക്കും. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് കമ്പൽസറി കമ്പനീസ് ഇനി പറയാൻ പോകുന്ന 2 പോയിന്റ്സ്, അവരെ നോട്ടീസ് അവർ ന്യൂസ് പേപ്പറിലും പബ്ലിഷ് ചെയ്യും, പ്ലസ് അവരെ നോട്ടീസ് അവർ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യും. കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും, ന്യൂസ് പേപ്പറിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. ആൻഡ് ഈ നോട്ടീസിലൊക്കെ നമ്മൾ കോമൺലി വെക്കാൻ പോണ ഫാക്ടേഴ്സ്, ഈ നോട്ടീസിലൊക്കെ കോമൺലി പറയാൻ പോണ ഫാക്ടേഴ്സ്, ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കും. സ്റ്റേറ്റ്മെന്റ്, നമ്മളെ കമ്പനി ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കും. നമ്മൾ മെമ്പേഴ്സിനോട് ആദ്യം പറയാണ്, നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വെക്കും. പിന്നെ ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് ആൻഡ് ടൈം, ഏതിൻ്റെ ഇടാ? ഇലക്ട്രോണിക് വോട്ടിംഗ് കേട്ടോ, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് ടൈം. പിന്നെ ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ
എൻഡിങ് ഡേറ്റ് ആൻഡ് ടൈം. പിന്നെ നമ്മൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കും. നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് അവൈലബിൾ ആണ് എന്നുള്ളത്. നമ്മൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ് ആഫ്റ്റർ കട്ട് ഓഫ് ഡേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് ഷാൽ ബി ബ്ലോക്ക്ഡ്. കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആവില്ല, അത് ബ്ലോക്ക് ആയിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കും. പിന്നെ ലോഗിൻ ഐ ഡി ആൻഡ് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്, അതായത് ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. വട്ട് യു മീൻ ബൈ ന്യൂ മെമ്പേഴ്സ്? നമ്മൾ നോട്ടീസ് അയച്ചു, മീറ്റിംഗ് നടന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ഷെയർ വാങ്ങിച്ച ആൾക്കാർ, കമ്പനി നോട്ടീസ് അയച്ചു, മീറ്റിംഗ് നടന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ഷെയർ വാങ്ങിച്ച ആൾക്കാർ അവർ ലോഗിൻ ഐ ഡി പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ള പഴയ ആൾക്കാർക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പുതിയ ആൾക്കാർ എങ്ങനെ ഈ വോട്ട് ചെയ്യാനുള്ള ലോഗിൻ ഐ ഡി പാസ്വേഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യും. ലാസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ ടു അഡ്രസ് ഗ്രീവിയൻസസ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ ടു അഡ്രസ് ഗ്രീവിയൻസസ്. നിങ്ങളെ വിഷമങ്ങൾ, പരാതി, ഇതൊക്കെ ഈ ഇലക്ട്രോണിക് വോട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിഷമങ്ങൾ, പരാതി, ഇതൊക്കെ അഡ്രസ് ചെയ്യാനുള്ള ഒരു പേഴ്സണിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത്രയും ഫാക്ടേഴ്സ് നോട്ടീസിൽ മെൻഷൻ ചെയ്യും. നോട്ടീസ് എവിടേക്ക് പോവും? ഇൻഡിവിജ്വലി പോവും, ന്യൂസ് പേപ്പറിൽ പോവും, വെബ്സൈറ്റിൽ പോവും. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കും, നമ്മുടെ കമ്പനി ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആക്കി തരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ മെൻഷൻ ചെയ്യും, എൻഡിങ് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ മെൻഷൻ ചെയ്യും. കട്ട് ഓഫ് ഡേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആവില്ല എന്നുള്ളത്. ഒരു നിങ്ങൾ പുതിയ മെമ്പർ ആണെങ്കിൽ ലോഗിൻ ഐ ഡി പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, പിന്നെ ആഫ്റ്റർ ദി കട്ട് ഓഫ് ഡേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അത് നമ്മൾ എഴുതി. കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് വിഷമങ്ങൾ, പരാതി, ഇലക്ട്രോണിക് വോട്ടിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിഷമങ്ങൾ, പരാതികൾ ഉണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യുക എന്നുള്ള ഒരു പേഴ്സന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ അയച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആവും. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇതിപ്പോൾ ആൻസറിന്റെ സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഹൗ ഡു വി റൈറ്റ് ഇൻ ദി എക്സാം? ആദ്യം നമ്മൾ പറയാം CG പ്രിസ്ക്രൈബ് ചെയ്ത കമ്പനീസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ്. എന്നിട്ട് നമ്മൾ റൂൾസിൽ അത് ആരൊക്കെ കമ്പനീസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവര് നോട്ടീസ് എവിടേക്ക് പോകും എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ നോട്ടീസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്, ഇത് നാലാമത്തെ പോയിന്റ്, നോട്ടീസിലെ കോണ്ടന്റ്. പിന്നെ ഈ ഇലക്ട്രോണിക് വോട്ടുമായി ബന്ധപ്പെട്ട നമ്മളെ 3 റൂൾസ് എഴുതുക, ഈ 1, 2, 3 ഈ 3 റൂൾസ്. പിന്നെ ഈ പോയിന്റ്സ്, വോട്ട് ചെയ്ത ആൾക്ക് ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, വോട്ട് മാറ്റാൻ പറ്റൂല, വോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് അവിടെ വോട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും, അത് ഫുള്ള്, ആ 6th പോയിന്റ്. പിന്നെ നമ്മൾ സ്ക്രൂട്ടനൈസറിനെ അപ്പോയിന്റ് ചെയ്യും. അവർ CA, CMA, CS കാര്യങ്ങളൊക്കെ അവർ അസിസ്റ്റൻസിന്, അവർ ഡ്യൂട്ടി എന്താണ്, അവർ ഡ്യൂട്ടി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ചെയർമാന് സബ്മിറ്റ് ചെയ്യുക. ഈ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസിന് ആളെടുക്കാൻ പറ്റും. ഈ റിപ്പോർട്ട് നിങ്ങൾ എന്താണ് ചെയർമാന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയർമാൻ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത്രയും ഫാക്ടേഴ്സ് 10 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് മസ്റ്റായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരേണ്ട പോയിന്റ്സ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും, അത് ജസ്റ്റ് ഇഫ് പോസിബിൾ ഓർത്ത് വെക്കുക. അതർവൈസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് 7 ഡേയ്സിനേക്കാൾ ഏർലിയർ ആവാൻ പാടുള്ള എന്നുള്ളതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 5 PM മാക്സിമം ക്ലോസ് ചെയ്യണം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളെ നോട്ടീസ് എവിടേക്കാണ് പോവാടാ? ഷാൽ ബി സെൻഡ് ടു മെമ്പേഴ്സിനയക്കും, ഓഡിറ്റേഴ്സിനയക്കും, ഡയറക്ടേഴ്സിനയക്കും. എങ്ങനെ അയക്കും? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി, സ്പീഡ് പോസ്റ്റ്, ഇമെയിൽ, അല്ലെങ്കിൽ കൊറിയർ വഴി നമ്മൾ അയക്കും. പിന്നെ നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യും, ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. ഇതിലൊക്കെ എന്തുണ്ടാവുക നോട്ടീസിൽ നമ്മൾ ഫോളോയിങ് ഫാക്ടേഴ്സ്, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ്, പിന്നെ 2 സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണുള്ളത്? സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബിസിനസ് മേ ബി ട്രാൻസാക്റ്റഡ് ത്രൂ ഇലക്ട്രോണിക് വോട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ളത്. ബിയോണ്ട് ദ സെറ്റ് ഡേറ്റ് ആൻഡ് ടൈം വോട്ടിംഗ് ഷാൽ നോട്ട് ബി അലൗഡ്. ഏത് കട്ട് ഓഫ് ഡേറ്റിന് ശേഷം വോട്ടിംഗ് അവൈലബിൾ ആവില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡേറ്റ് ആൻഡ് ടൈം ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ. അപ്പോൾ സ്റ്റാർട്ട്, എൻഡ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതും സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നമ്മളെ കമ്പനിയുടെ ഏത് വെബ്സൈറ്റിലാണ് നമ്മൾ ഈ നോട്ടീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യും. ലോഗിൻ ഐ ഡി, പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ള, കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ ടു അഡ്രസ് ഗ്രീവിയൻസസ്, നിങ്ങളുടെ വിഷമങ്ങൾ, പരാതി അഡ്രസ് ചെയ്യാനുള്ള പേഴ്സന്റെ ഡീറ്റെയിൽസ്. എന്നിട്ട് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മിനിമം 3 ഡേയ്സിന് ഓപ്പൺ ആയിരിക്കണം, 5 PM ക്ലോസ് ചെയ്യണം,
7 ഡേയ്സിനേക്കാൾ ഏർലിയർ ആവാൻ പാടില്ല. 3 റൂൾസ്. ഓക്കെ. പിന്നെ ഇത് എൻ്റെ ഇത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് ബ്ലോക്ക് ആയിരിക്കും. ഓൾറെഡി വോട്ട് ചെയ്ത ആൾക്ക് മേ പാർട്ടിസിപ്പേറ്റ്, പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റൂല. വോട്ട് വൺസ് കാസ്റ്റ്, നിങ്ങൾക്ക് വോട്ട് ചേഞ്ച് ചെയ്യാനും പറ്റൂല. ചെയർമാൻ വോട്ടിംഗ് അലൗ ചെയ്ത് കൊടുക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് ചെയ്യാത്ത ആൾക്കാർക്ക് ഫിസിക്കൽ മീറ്റിംഗിൽ ചെയർമാൻ വോട്ടിംഗ് ഓപ്ഷൻ കൊടുക്കും. പിന്നെ നമ്മളൊരു സ്ക്രൂട്ടനൈസറിനെ അപ്പോയിന്റ് ചെയ്യും. ആൾ എംപ്ലോയി ആവാൻ പാടില്ല. CA, CMA, CS അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. ആൻഡ് ഇവർക്ക് വേണമെങ്കിൽ അസിസ്റ്റൻസിന് ആളെടുക്കുക. അസിസ്റ്റൻസിന് എടുക്കുന്ന ആൾ എംപ്ലോയി ആവാൻ പാടില്ല. അവർ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം ഇലക്ട്രോണിക് വോട്ടിംഗിൽ. വാട്ട് യു മീൻ ബൈ വെൽ വേഴ്സ്ഡ്? അവർക്ക് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടാവണം. കമോൺ, ഇതൊക്കെ GK പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സ്ക്രൂട്ടനൈസർ, ഞാൻ എന്നിട്ട് ഇലക്ട്രോണിക് വോട്ടിങ്ങിനെ പറ്റി ഒരു തേങ്ങ അറിയാത്ത മോയന്താളം എടുത്തിട്ട് പിന്നെ ഓരോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. യു വോണ്ട് ഡു ദാറ്റ് നോർമലി. അപ്പോൾ ഇതിനെപ്പറ്റി നോളജ് ഉള്ള ആൾക്കാർ. പിന്നെ സ്ക്രൂട്ടനൈസർ ഷാൽ വിത്തിൻ 3 days ഓഫ് കൺക്ലൂഷൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വോട്ട്സ് കൗണ്ട് ചെയ്യും. ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ വന്ന വോട്ട്സ് അൺബ്ലോക്ക് ചെയ്യും. അതിപ്പോൾ ബ്ലോക്കായി കിടക്കുകയെന്നല്ലോ, അത് അൺബ്ലോക്ക് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് 2 witness, എംപ്ലോയി അല്ലാത്ത 2 witness. എന്നിട്ട് കൺസോളിഡേറ്റഡ് സ്ക്രൂട്ടനൈസർ റിപ്പോർട്ട്, മീനിങ് ഓഫ് ദി വേർഡ് കൺസോളിഡേറ്റഡ്, ഫിസിക്കൽ മീറ്റിംഗിൽ വന്ന വോട്ട്സും ഇലക്ട്രോണിക് വോട്ടിംഗിൽ വന്ന വോട്ട്സും കൗണ്ട് ചെയ്യും. എന്നിട്ട് രജിസ്റ്റർ കീപ്പ് ചെയ്യും. രജിസ്റ്ററിൽ നെയിം, അഡ്രസ്, ഫോളിയോ നമ്പർ, ക്ലയന്റ് ID, നമ്പർ ഓഫ് ഷെയർസ്, നോമിനൽ വാല്യൂ, ഷെയർസിന് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന രജിസ്റ്റർ കീപ്പ് ചെയ്യും സ്ക്രൂട്ടനൈസർ. ഈ രജിസ്റ്ററും മറ്റ് ഡോക്യുമെന്റ്സും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ഒക്കെ സേഫ് കസ്റ്റഡിയിലായിരിക്കും സ്ക്രൂട്ടനൈസറിന്റെ. എപ്പോൾ വരെ? ചെയർമാൻ അപ്രൂവ്സ് ദ മിനിറ്റ്സ്, മീറ്റിങ്ങിന്റെ ഫോർമൽ ഡോക്യുമെന്റ് മിനിറ്റ്സ് 118, അത് അപ്രൂവ് ചെയ്യണ വരെ സ്ക്രൂട്ടനൈസർ കയ്യിൽ വെക്കും. അതിനുശേഷം ഇതൊക്കെ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. റിസൾട്ട് ആൻഡ് സ്ക്രൂട്ടനൈസറിന്റെ റിപ്പോർട്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. വിതിൻ 2 days ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗ്. വിതിൻ 2 days സഫീഷ്യന്റ് വോട്ട്സ് ഉണ്ടെങ്കിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് വോട്ടിംഗിന്റെ ഡെഫിനിഷനിൽ ഒരു മാറ്റമൊന്നുമില്ല. ഫേവർ അഗെയിൻസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ OR പാസ്സായി, ഫേവർ അഗെയിൻസ്റ്റ് 3 times ഉണ്ടെങ്കിൽ SR പാസ്സായി. അതൊക്കെ അതേമാതിരി തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ 114 റെസൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പിന്നെ 107 ഷോ ഓഫ് ഹാൻഡ്സ് പറഞ്ഞ്, 108 ഇലക്ട്രോണിക് വോട്ടിങ്ങും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു.